അളിയ സത്യം പറഞ്ഞ ഈ മാഞ്ചിയതിനേക്കാളും നല്ല ലാഭമുള്ള ബിസിനസ് കഞ്ചാവാണ്. അത് ഈ എക്സൈസുകാരന്മാർ വന്ന് കണ്ടുപിടിക്കുമെന്നും എന്റെ തോട്ടത്തിന് തീയിടുമെന്നും ഞാൻ വിചാരിച്ചാ വേറും വൃത്തികെട്ടവന്മാര്. അന്ന് എക്സൈസുകാർ തീയിട്ടത് നീ കണ്ടല്ലോ. ഓ പിന്നെ ഞാൻ കണ്ടല്ലേ. എന്നാ അതുപോലെ മര്യാദയ്ക്ക് നീ ഇവിടെ തീയിട്ടോ. എനിക്ക് നഷ്ടം വന്ന കാശ് പൈസ നഷ്ടം വരാതെ ഈടാക്കിയിട്ടെ നിന്നെ ഇവിടെ നിന്ന് വിടൂ ജഗദീപേ. അതുവരെ നീ എന്റെ അടിമ. എടാ ചന്തു, ലേശം മനസാക്ഷി കാണിക്കടാ ചന്തു. മനസാക്ഷിയോ? നീ എന്തു പറഞ്ഞിട്ടാടാ എന്നെ കൊണ്ട് വീട് സ്ഥലം വിപ്പിച്ചത്? കോടീശ്വരനാക്കാന്ന് പറഞ്ഞു. അവസാനം എന്റെ കയ്യിൽ ഒരു കോടി മാത്രമേ ശേഷിച്ചോളൂ. അരയിൽ കൂടെ വളച്ചു ചുറ്റി കെട്ടുന്ന കോടി, കൗബീനെന്ന് പറയും. ഇപ്പൊ പെയിന്റ് പണിക്ക് പോയിട്ടാടാ ഈ വീടിന്റെ വാടക ഞാൻ കൊടുക്കുന്നേ. നയാ പൈസ തരാതെ ഇവിടെ ചുരുണ്ടു കൂടുന്ന നിനക്ക് ഇവിടത്തെ പണികൾ പോലും ചെയ്യാൻ പറ്റൂലല്ലേ? എടാ ചന്തു, അറിവിനെയാണേ. മര്യാദക്ക് ദോശ ഉടറ പട്ടി. അത്രക്കാരോ? എന്നാ പിന്നെ ഇന്ന് നിനക്ക് ദോശ ഉണ്ടായി തന്ന് നിന്നെ കൊണ്ട് തിരിച്ചിട്ടുള്ള. അല്ല പിന്നെ അല്ല, കാശ് പോയ മറ്റുള്ളവരുടെ റിയാക്ഷൻ വെച്ച് നോക്കുമ്പോ ഇതൊക്കെ ചെറുത്. ഓരോരുത്തന്മാര് ചെയ്തതാ. ചാണകവെള്ളം തലയെ കൂടെ ഒഴിച്ചവന്മാരുണ്ട്, ചെരുപ്പൂരി മുഖത്തടിച്ചവന്മാരുണ്ട്, എന്തിന് കിഡ്നി എടുക്കുമെന്ന് വരെ പറഞ്ഞവന്മാരുണ്ട്. യവനാണെങ്കിൽ കിടക്കാൻ സ്ഥലവും സമയത്ത് കഴിക്കാൻ ഭക്ഷണവും തരുന്നുണ്ടല്ലോ. അടിമയെങ്കിൽ അടിമ. എടാ ഞാൻ അടിമ. ദൈവമേ, കാശ് കൊടുക്കാനുള്ള ആരോ ആയിരിക്കുമല്ലോ. നീ എന്തു പറഞ്ഞു നീ തടി വരും? റിങ് ചെയ്യുന്നുണ്ട്. കട്ടായി. കട്ടായി. കോൾ എടുത്തില്ല. ഞാൻ പറഞ്ഞില്ലേ അമ്മ, പുള്ളിക്കാരൻ ഭയങ്കര ബിസി ആയിരിക്കും. അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. താരികളെന്ന് വിളിക്കുന്നു. ഹലോ, എടുത്തു. സ്പീക്കറിലിട. ഹലോ, ആരാ? ഞാൻ സരള. സാറളയാ കുറളയാ ആരോ ആയിക്കോട്ടെ. നിങ്ങൾ ഏത് വകുപ്പാന്ന് പറയുന്നു? ആട്, തേക്ക്, മാഞ്ചിയം, യമു, കഞ്ചാവ്, സ്വർണ്ണ ബിസ്ക്കറ്റ്, വെള്ളിമൂക, ഇരുതലമുരി, ഗജരാജമുത്ത്. ഇതിലേത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറയണം. ഇതൊന്ന് തള്ളേ, നിങ്ങളെ കുറുനാക്ക് ഇറങ്ങിപ്പോയാ? എന്തിലാ കാശിറങ്ങിയത്? അല്ല, ചെറുക്കിലെ രാമചന്ദ്രൻ സാറിന്റെ മോൻ. എനിക്കൊരു രാമേന്ദ്രൻ അറിഞ്ഞൂടാ, കൃഷ്ണേന്ദ്രൻ അറിഞ്ഞൂടാ. ആടാ, ഒരുമാതിരി ഉടായിപ്പോയിട്ട് മേലെ എന്റെ ഫോണിലോട്ട് വിളിച്ചാണല്ലോ. നിന്റെ മൂക്കാമണ്ട അടിച്ചു പൊട്ടിക്കും. അത്തിപ്പാറ അമ്മച്ചിയാണ് സത്യം. കൊട്ടിയിട്ട് പോടി കോപ്പൻ. അവളുടെ ഹലോ. ഓരോന്ന് ചുമ്മാ മനുഷ്യനെ മനക്കെടുത്താനായിട്ട് കിടന്ന് വിളിച്ചോളും. ഞാൻ വലിയ ദോഷം കരിഞ്ഞല്ല. എന്താടി ഇത്? അതാ എനിക്ക് മനസ്സിലാവാത്ത ഒരുമാതിരി ലോക്കൽ ഭാഷ അവിഞ്ഞ പെരുമാറ്റം. അവളുടെ ഒരു ചിറക്കൽ രാമേന്ദ്രനെ. ചിറക്കൽ രാമേന്ദ്രനാ? അതെന്റെ അച്ഛനാണല്ലോ. അയാളുടെ മോനാണെന്ന് പറഞ്ഞില്ലേ ഞാൻ അഭിനയിച്ചോണ്ടിരിക്കണ? അയ്യോ സരള, ഉറപ്പായിട്ടും അവളുടെ അമ്മയായിരിക്കും. സുസ്മിതയുടെ പൊളിഞ്ഞു, മൊത്തത്തിൽ പൊളിഞ്ഞു. ദോശ റെഡിയായില്ലടാ. എന്താടാ പറഞ്ഞേ? ഒരു നാവുപഴ പറ്റിപ്പോയതാണ് എന്റെ മോലാളി. ഇപ്പൊ കൊണ്ടുവരാവേ. ഞാൻ നിന്റെ അടിമയാണ് കേട്ടാ. അടിമ അവിടെ ഇരി, ഇപ്പൊ ചുട്ടോണ്ടിരാം. ഒന്നുകൂടെ വിളിച്ചു നോക്കാം. വീണ്ടും വിളിക്കുന്നു. ഈശ്വരാ. ഹലോ,
ഇത് ചെറക്കൽ ഗ്രൂപ്പിന്റെ ഉടമസ്ഥൻ രാമചന്ദ്രൻ സാറിന്റെ മോൻ ജഗദീപിന്റെ നമ്പറല്ലേ? അതെ ആണ്. ആ പക്ഷെ അവനെ അല്ല, സോറി, സാറ് അല്ല സംസാരിക്കുന്ന കേട്ടോ. പിന്നെ ഞാന് അദ്ദേഹത്തിന്റെ സെക്രട്ടറിയാ. ഓ എന്റെ സ്ക്രീനിങ് കഴിഞ്ഞിട്ട് കോൾ അദ്ദേഹത്തിന് ഫോർവേഡ് ചെയ്യുള്ളൂ കേട്ടോ. ഓ ഫോൺ അദ്ദേഹത്തിന്റെ കയ്യിലൊന്ന് കൊടുക്കുവോ? അയ്യോ സോറി, അദ്ദേഹം ഇപ്പൊ ജിമ്മിലാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നേരെ സ്വിമ്മിംഗ് പൂളിലോട്ട് പോകും. പിന്നെ പുള്ളിയുടെ ഏറ്റവും ഫേവറേറ്റ് 7 കോഴ്സ് ഡിന്നർ. ചന്തുടാ, ഏയ് കുറച്ച് മീൻ കറിയടാ. ചന്തുടാ, പോടാ വെട്ടി. ഒറ്റയ്ക്ക് കൊണ്ട് വെച്ച് കേട്ടടാ, വയറിളവി ചാവേ ഉള്ളൂ. ഞാൻ സഹിച്ചു. അത് കഴിഞ്ഞിട്ട് AC സ്യൂട്ട് റൂമിൽ സുഖ ഉറക്കം. ഓ അപ്പൊ പല സ്ഥലത്ത് ഓടിയെത്തണം ജഗദീപ് സാർ അല്ലേ? എന്തിന്? അല്ല, ജിമ്മ്, സ്വിമ്മിംഗ് പൂള്, AC സ്യൂട്ട്, ഇതൊക്കെ. അയ്യോ, ഇതൊക്കെ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന്. ഓ അല്ല, നിങ്ങൾക്കിപ്പോ എന്താണ് പ്രശ്നം? എന്താണ്? പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. കുറച്ചു മുമ്പ് വിളിച്ചപ്പോ ആട്, തേക്ക്, മാഞ്ചിയം എന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. അത് പിന്നെ ഈ ഓരോരോ തട്ടിപ്പുകളാണ്. തട്ടിപ്പോ? അതേന്ന്, ഇതുപോലുള്ള ഓരോരോ പദ്ധതികളുടെ പേരും പറഞ്ഞ് സാറിനെ ആൾക്കാർ പറ്റിച്ച് കാശും കൊണ്ടുപോകുന്നു. അങ്ങനെ എത്ര കോടികളാ വെളിയിൽ പോയെന്ന് അറിയാമോ? അതുപോലെ എന്തെങ്കിലും തട്ടിപ്പായിരിക്കുന്നല്ലേ ഞാൻ കരുതിയത്. അപ്പോ ചെറുക്കൽ രാമചന്ദ്രനെ അറിയില്ല എന്ന് പറഞ്ഞതോ? അച്ഛന്റെ പേരും പറഞ്ഞിട്ടല്ലേ ജഗദീപ് സാറിനെ ആൾക്കാർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള റെക്കമെൻഡേഷൻ ഒന്നും ഇങ്ങോട്ട് എടുക്കുന്നില്ലെന്ന്. ഓ അതാണല്ലേ. അതന്നെ. അല്ല, നിങ്ങളിപ്പോ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചെന്ന് പറയൂ? ജഗദീപ് സാറിനോട് ഒന്ന് സംസാരിക്കണമായിരുന്നു. അയ്യോ പറ്റില്ല കേട്ടോ. നേരത്തെ കൂട്ടി അപ്പോയിന്റ്മെന്റ് എടുത്തോരടുത്ത് മാത്രമേ ജഗദീപ് സാർ സംസാരിക്കൂ. എന്നാ ഇപ്പൊ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റുമോ? ഇപ്പൊ അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത മാസം സംസാരിക്കാൻ പറ്റും. ആൾക്കാർ ക്യൂയിലല്ലേ? അത് വിഷയം എന്താണ്? ജഗദീപ് സാറ് കല്യാണാലോചന നടത്തുന്നു കേട്ടു. സുന്ദരി തരുണിമണികളും അവരുടെ മാതാപിതാക്കളും ഒക്കെ വിളിച്ചോണ്ടിരിക്കുകയല്ലേ? അല്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളെ പേരെന്താന്ന് പറഞ്ഞ? സരള. ഡീറ്റെയിൽസ് പറയണം മാഡം. എനിക്കൊരു മകളുണ്ട്. ദാറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം. നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്കൊരു 45. ഇത്തിരി കൂടുതലാണല്ലോ. അല്ല, അത് പിന്നെ എനിവേ, സർള എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു പ്രപ്പോസലുമായിട്ട് വന്നിട്ടുണ്ടെന്ന് ഞാൻ ജഗദീപ് സാറിനെ അറിയിക്കാം. സാറിന് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. പിന്നെ ഇതിന്റെ ഇടയിൽ കൂടെ എന്നെ ഫോൺ വിളിച്ചിട്ട് ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഹലോ ഹലോ, എടി മോളെ, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു പുളിങ്കൊമ്പെന്ന് പറയുമ്പോ അമ്മ ചാടി പിടിക്കുമെന്ന്. അയ്യോ, ദേ, ജഗദീപ് കുമാറിനെ എനിക്ക് കൈവിട്ട് പോയാലുണ്ടല്ലോ, നിങ്ങളെ ഞാൻ കൊല്ലും. അല്ലെങ്കിലും ജയിലിലേക്ക് പോകേണ്ട ആളാണ് ഞാനെന്ന് അറിയാലോ.
അയ്യോ കണ്ണു എരിയുന്നു. ജഗദീപിന്റെ അടുത്താ കളി. ദോശ കറിയെടുത്ത് വെക്കടാ പട്ടി. ഓ ശരി മുതലാളി. ഒരു ദോശയും കറിയും ഉണ്ടാക്കി തരുന്നു നീ. ജഗദീപിന് ശരിക്കും എന്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുമോ? അമ്മേ അയ്യോ അമ്മേ. ഹലോ മാഷേ, ഇത് വലിയ ശല്യമായല്ലോ. അയ്യോ എടോ, ഇയാളുടെ അമ്മയും അച്ഛനെ എല്ലാം കൂട്ടിയാണോ ഇവിടെ ഒന്ന് കിടക്കുന്നത്? പൊട്ടനാണോ? കുറച്ച് മുന്നേ വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. എടോ എഴുന്നേക്കാൻ. നല്ല ചൂടുണ്ടല്ലോ. പനിയാണോ? നല്ല പനിയാണല്ലോ. എടോ ഒന്ന് എഴുന്നേറ്റേ. എടോ ഒന്ന് എഴുന്നേക്കാൻ. എഴുന്നേറ്റ് വന്ന് ബെഡിൽ കിടക്ക്. ഈ തണുത്ത തറയിൽ കിടന്ന പനി കൂടും. എഴുന്നേക്കാനാ പറഞ്ഞേ. എഴുന്നേക്ക് പ്ലീസ്. എനിക്ക് വയ്യ. വയ്യാന്നോ? കുറച്ചു മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. മര്യാദയ്ക്ക് ഇങ്ങോട്ട് എഴുന്നേറ്റെ. എനിക്ക് എഴുന്നേക്ക്. മുടിഞ്ഞ ഭാരമാണല്ലോ. എങ്ങോട്ടായി പോകുന്നേ? അവിടെ നിക്ക്. പെണ്ണുങ്ങളുടെയൊക്കെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചു കൂട്ടിട്ട് വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇനി എന്നോട് കളിക്കാൻ വരുമ്പോ ഓർമ്മിച്ചോണം. കിടന്നോ. ഒരു കാല്. ഇങ്ങോട്ട് നീ കട. ഇവിടെ കിടക്ക്. ഓരോ ബുദ്ധിമുട്ടുകള്. ഇനി ഇവിടെ കിടന്ന് വിറയ്ക്കണ്ട. പുതപ്പിച്ചേക്കാം. വാ തുറക്ക്. ഗുളികയാ, വിഷമൊന്നും അല്ല. വിഴുങ്ങിയോ? ദേ വെള്ളം കുടിച്ചോ.
മെനക്കേടുകള്. വാനമകലുന്നുവോ കൂരിരുളു മൂടിയോ വാർമുകിലു പോലെ മോഹമലിയുന്നുവോ വീണൊഴിയുമേകാന്തമോകാഭിലാഷം പാവമൊരു രാപ്പാടി പോലിന്നു തേങ്ങി വീണ്ടുമുയരാൻ പാടിയലയാനാരു ചിറകേകുവാൻ വീണ്ടുമുയരാൻ പാടിയലയാനാരു ചിറകേകുവാൻ വാനമകലുന്നുവോ കൂരിരുളു മൂടിയോ വാർമുകിലു പോലെ മോഹമലിയുന്നുവോ. അരികിലരികിലരികിൽ തോന്നലൊരു മായ അകലെ അകലെ ദൂരെ ആകാശലോകം പാവം, ഇന്നലെ രാത്രി മുഴുവൻ എനിക്ക് കാവലിരുന്നു. ഇടയ്ക്ക് പനിയുണ്ടോന്ന് തൊട്ടു നോക്കുന്നതും നെറ്റിയിൽ തുണി നനച്ചിടുന്നതുമൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. പനി കൂടിയാലോന്ന് പേടിച്ച് ഉറക്കം വിളച്ചിരുന്നു. അപ്പോ ഉള്ളിൻ്റെ ഉള്ളിൽ നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടല്ലേ? രാത്രി മുഴുവൻ എനിക്ക് വേണ്ടി ഉറക്കം വിളച്ചല്ലേ? പകരം ഞാനും എന്തെങ്കിലും ഉപകാരം ചെയ്യണ്ടേ? അയ്യോ, എന്താ ഇത്? രോഹിത് മോനോ? മോൻ തന്നെ ചായ കേട്ടോ? ഞാൻ ഉണരാൻ അല്പം വൈകിപ്പോയി. ഞാനിപ്പോ ചായ ഇട്ട് കൊണ്ട് വരുമായിരുന്നല്ലോ. പങ്കജത്തിന്റെ ജോലി നടന്നോട്ടെ. ഇതൊരാൾക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ. അതാർക്കാ മോനെ? ശ്യാമയ്ക്ക്. എനിക്കിന്നലെ ചെറിയൊരു പനിക്കോള്. എനിക്ക് മരുന്ന് തന്നും നെറ്റിയിൽ തുണി നനച്ചിട്ടുമൊക്കെ കാവലിരിക്കായിരുന്നു കക്ഷി. നേരം പുലർന്നപ്പോഴേക്കും പവൻ താനെ ഉറങ്ങിപ്പോയി. അപ്പോ അവൾക്കൊരു ചായ ഇട്ട് കൊടുക്കേണ്ട മര്യാദയില്ല എനിക്ക്. ആഹാ, കാര്യങ്ങൾ അവിടം വരെ എത്തിയോ? എന്തേ? വേണ്ടത് തന്നെയാ. ആ, എന്നാ ഞാനത് കൊണ്ടുപോയി കൊടുക്കട്ടെ. ആ,
ശ്ശെ, കാര്യങ്ങൾ ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ നീങ്ങുന്നത്. പനിക്കിടയിൽ ശുശ്രൂഷയും ചായ കുടിപ്പിക്കലും എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം കൈവിട്ടു പോവുമല്ലോ. പങ്കജം, ചായ ആയില്ലേ ഇതുവരെ? ഇതൊരു അവസരമാണല്ലോ. ചോദിച്ച കേട്ടില്ലേ നീ? സത്യാമ്മ ചായ ഇടാൻ വന്നതാണോ? ഞാൻ ചായ ഇടാനോ? നീയല്ലേ എന്നും ചായ ഇട്ട് എല്ലാവർക്കും കൊടുക്കുന്നത്? എന്നും ചായ ഇടുന്നത് ഞാൻ തന്നെയാ. പക്ഷെ ഞാനിവിടെ വന്നിട്ട് അധികമൊന്നും ആയില്ലല്ലോ. ഇവിടുത്തെ ശീലങ്ങളൊന്നും വലിയ പരിചയമായില്ല. ഇപ്പൊ രോഹിത് മോൻ ഇവിടെ വന്ന് ചായ ഇട്ടോണ്ട് പോകുന്ന കണ്ടു. ചോദിച്ചപ്പോ പറഞ്ഞു പോയി ചായ ഇട്ടോണ്ട് വരാൻ ശ്യാമ മോള് പറഞ്ഞു എന്ന്. ഇവിടെ ഭർത്താക്കന്മാരാണോ ഭാര്യമാർക്ക് ബെഡ് കോഫി കൊടുക്കുന്നതെന്ന് ഒരു സംശയം. അവൾ അത്രയ്ക്കായോ?